അനീഷ, അതായത് നിലവിൽ ഈ തീരത്ത് ഒരു ബോട്ടും അതിന്റെ മറുകര ഭാഗത്ത് നമുക്കൊരു പക്ഷേ ആ ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മുടെ ക്യാമറമാനായിട്ടുള്ള ബിജു മടവൂർ ആ ദൃശ്യങ്ങൾ ഒരു പക്ഷേ നമുക്ക് നൽകുകയും ചെയ്യും. അതായത് മറുകര ഭാഗത്ത് ബോട്ട് കത്തുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ വളരെ ദൂരെയാണ്. ആ ദൃശ്യങ്ങൾ നമുക്ക് അതായത് ഇതിന്റെ മറ്റ് ഒരു കരഭാഗത്തേക്ക് 2 വള്ളങ്ങൾ ഒഴുകിപ്പോവുകയും അവിടെ നിന്ന് ഇപ്പോൾ ആ വള്ളങ്ങൾ കത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ പുകയൊക്കെ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ആ ദൃശ്യങ്ങൾ ലഭിക്കുന്നതിൽ ചില പ്രശ്നങ്ങളുണ്ട്. ഈ തീരത്ത്, അതായത് കുരീപ്പുഴ തീരത്ത് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു വള്ളമാണ്, അതായത് ഒരു ബോട്ടാണ് ഇത്തരത്തിൽ അഗ്നിക്കിരയായിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ബോട്ട് മാത്രമാണ് തീരത്തോട് കുറച്ച് അകലെയാണ്. അവിടേക്ക് ഈ ഫയർഫോഴ്സ് അടിക്കുന്ന ഈ വെള്ളം എത്തുന്നതിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. കാര്യം അത്രത്തോളം പ്രഷറിലേക്ക് എത്തില്ല. തീരത്ത് നിന്ന് ഏകദേശം 50 മീറ്ററിലധികം ദൂരെയായിട്ടാണ് ആ ബോട്ട് നങ്കൂരമിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിന് ഒരു ബുദ്ധിമുട്ടുള്ളത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഫയർഫോഴ്സ് സംഘം കൂടുതലായി ഇവിടേക്ക് എത്തുകയും അവർ ചെയ്യുന്ന ഒരു കാര്യം, പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കത്തിക്കൊണ്ടിരിക്കുന്നത് പരമാവധി വേഗത്തിൽ അണയ്ക്കുക. അതിനേക്കാൾ ഉപരി ബോട്ടുകളിൽ നിന്നുമൊക്കെ, അതായത് ഗ്യാസ് സിലിണ്ടറോ മറ്റു കാര്യങ്ങളോ ഒക്കെ ബോട്ടുകളിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് എത്രയും വേഗം മാറ്റുക എന്നുള്ള ഒരു കാര്യമാണ് ഫയർഫോഴ്സ് സംഘം ഇപ്പോൾ എന്തായാലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാര്യം പല ബോട്ടുകളിൽ നിന്നും ഇത്തരത്തിൽ ഇത് ഗ്യാസ് സിലിണ്ടറും മറ്റും പൊട്ടിത്തെറിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത്തരത്തിലൊരു നീക്കം ഫയർഫോഴ്സ് സംഘം ചെയ്യുന്നത്. മാത്രവുമല്ല ചില ബോട്ടുകളിലൊക്കെ തന്നെ ഡീസലും മറ്റുമൊക്കെ നേരത്തെ തന്നെ അത് അവർ ശേഖരിക്കുക വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ തീരത്തെ മാത്രമാണ് നിലവിൽ ഇത്തരത്തിൽ ഇത് അണയ്ക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നത്. അതിനെ സാധ്യമാവുകയുള്ളൂ. മറുകര ഭാഗത്തേക്കുള്ള ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ അത് വേലി ഇറക്ക സമയമാണ് ഈ രാവിലെ എന്ന് പറയുന്നത്. ആ വേലി ഇറക്കമായതുകൊണ്ട് തന്നെയാണ് ആ ബോട്ടുകൾ വളരെ വേഗത്തിൽ ഇവിടെ നിന്നും, കാര്യം അതിനെ ബന്ധിച്ചിരുന്ന ആ നങ്കൂരമിട്ടിരുന്ന ഭാഗങ്ങൾ പലതുമൊക്കെ ആ കയറൊക്കെ വിച്ഛേദിച്ചതോടുകൂടെ അത് ഒഴുകി പോവുകയായിരുന്നു. അവയൊക്കെ തന്നെ അണയ്ക്കാനും ഒരുപക്ഷെ ഒരു ശ്രമം ഉടൻ തന്നെ ആരംഭിക്കും. നിരവധി യൂണിറ്റ് ഫയർഫോഴ്സിന്റെ നിരവധി യൂണിറ്റുകൾ കൊല്ലം ജില്ലയിലെ തന്നെ പല യൂണിറ്റുകളും ഇവിടെ എത്തിയാണ് ഇത്തരത്തിൽ ഒരു രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഈ ഒരു ഭാഗത്ത് അണയ്ക്കുന്നുണ്ടെങ്കിൽ പോലും മറ്റു പലയിടത്തുമൊക്കെ ഇവ ഇപ്പോഴും, അതായത് ഈ കത്തുന്നതുകൊണ്ട് അത് എത്രയും വേഗം അണയ്ക്കാനുള്ള ഒരു ശ്രമവും ഉൾപ്പെടെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയ ശ്രമകരമായ ഒരു ദൌത്യം. 10 ബോട്ടുകൾ, നേരത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതുപോലെ തന്നെ കൂടുതലും തിരുവനന്തപുരം സ്വദേശികളായിട്ടുള്ള ആളുകളുടേതാണ് ഈ ബോട്ടുകൾ എന്ന് പറയുന്നത്. നീണ്ടകര സ്വദേശിയായിട്ടുള്ള ഒരാളുടെ ബോട്ട് ഉൾപ്പെടെ ഈ അഗ്നിക്കിരയാവുകയും ചെയ്തിട്ടുണ്ട്. അനീഷ, ലിജോ, അതായത് ഈ തീപിടുത്തം ഉണ്ടായതിനു ശേഷം 2 ബോട്ടുകൾ ഒഴുകി പോവുകയായിരുന്നു. അവിടെ ഇപ്പോഴും തീപിടുത്തം അതീവ രൂക്ഷമായി തന്നെയുണ്ട്. അത് അടയ്ക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നില്ല എന്നാണോ, അല്ലെങ്കിൽ അവിടേക്ക് എത്തുന്നതിൽ ഏതെങ്കിലും തരത്തിൽ പ്രയാസം നേരിടുന്നുണ്ടോ ഫയർഫോഴ്സ് സംഘത്തിന്? നമ്മളിപ്പോൾ ഉള്ളത്, അതായത് ഇപ്പോൾ ഒരു ബോട്ട് ഈ നിന്ന് കത്തിക്കൊണ്ടിരിക്കുന്ന ഈ മേഖല എന്ന് പറയുന്നത് ജനവാസ മേഖലയുള്ള അടുത്ത സ്ഥലമാണ്. അത് ചെറിയ വഴികളിലൂടെയെങ്കിലും ഇവിടെ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് മറ്റും എത്താനൊക്കെ കഴിയുന്ന ഒരു സ്ഥലമാണ് ഈ മേഖല എന്ന് പറയുന്നത്. കുരീപ്പുഴ പള്ളിക്ക് സമീപത്തുള്ള ഈ ഒരു മേഖല എന്ന് പറയുന്നത്. അതുകൊണ്ട് അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. ഈ നങ്കൂരമിട്ടുന്ന കയറെല്ലാം പോയതുകൊണ്ടാണോ ഇതെല്ലാം ഒഴുകി അങ്ങ് അങ്ങോട്ട്? അത് വേറെ കരയാണല്ലേ? ആ കര ഏതാണ്? ആ ഭാഗം വരുന്നത് അത് വേറെ കരയാണ്. നമ്മളെ കെട്ടിയില്ല, എവിടെയാണ് കെട്ടിയിരുന്നത്? അതെല്ലാം റോപ്പല്ലായിരുന്നു, എല്ലാം അവിടെ പോയി. ഈ ബോട്ടുകളിൽ ഡീസലും മറ്റു കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. അതാണ് ഈ തീപിടുത്തം കൂടാനുള്ള ഒരു കാരണം. അത് തന്നെയാണ് ഇവിടത്തെ ഈ ആളുകളൊക്കെ തന്നെ പറയുന്നത്. കാര്യം ഈ പല ആളുകളാണ് ഈ പൊഴിയൂർ ഭാഗത്തുള്ള ഒരു വ്യക്തിയുടേതാണ്. അപ്പോൾ അവിടെ നിന്നുമൊക്കെ ആളുകളേക്കൊക്കെ അതിന്റെ ഉടമസ്ഥരേക്ക് ഇവിടെ എത്തിക്കാനുള്ള ഒരു ശ്രമവും നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഇപ്പോഴും അതായത് ആളുകളുടെ ഈ ഓരോ ബോട്ടുകൾ എന്ന് പറയുന്നത് അവരൊന്നും വലിയ കോടീശ്വരൊന്നും ആയിരിക്കില്ല. വളരെ കഷ്ടപ്പെട്ട് ലോണൊക്കെ എടുത്തായിരിക്കും ഒരുപക്ഷെ ബോട്ടുകളൊക്കെ വാങ്ങി ഉപജീവനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിരവധി ആളുകളുടെ ഒരു ദൈനംദിനം അവരുടെ ചിലവ് നടന്നു പോകുന്നതെന്ന് പറയുന്നത് ഇത്തരത്തിൽ ഈ ബോട്ടിലൊക്കെ പോയി മത്സ്യബന്ധനം നടത്തിയാണ്. കൺമുൻപിൽ തന്നെ ഇത്തരത്തിൽ ഈ സ്വന്തം ബോട്ടൊക്കെ നിന്ന് കത്തുമ്പോൾ കാണുന്ന ഒരു വേദന എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതാണ്. പക്ഷെ ഒന്നും ചെയ്യാൻ നിസ്സഹായമായി പോകുന്ന ചില അവസ്ഥകളുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ആ ദൃശ്യങ്ങൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഈ ഫയർഫോഴ്സിന്റെ ഒരു സംഘം ഒരു ബോട്ടിൽ, അതായത് ചെറിയ ഒരു ബോട്ടിൽ അവിടേക്ക് എത്തുകയും ഒരുപക്ഷെ അവിടെ നിന്നും പമ്പ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തിയേക്കാം. പക്ഷെ ഇവിടെ ഒരു ബുദ്ധിമുട്ട് നേരത്തെ കുരീപ്പുഴ മുക്കാട് ആ സമയത്ത് ഉണ്ടായപ്പോഴും സമാനമായ രീതിയിൽ തന്നെയായിരുന്നു. കാര്യം ആ കായലിൽ നിന്നും തന്നെ വെള്ളം പമ്പ് ചെയ്ത് അതിനെ അണയ്ക്കാനുള്ള ഒരു ശ്രമം അത് നടത്താനാണ് ശ്രമിക്കുന്നത്. കാര്യം ഫ്ലോട്ടിംഗ് മോട്ടറും മറ്റുമൊക്കെ
ഫയർഫോഴ്സ് സംഘത്തിന്റെ കയ്യിലുണ്ട്. അപ്പോൾ അവിടെ അവർക്ക് നിൽക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ട്. ഒരുപക്ഷെ ഗ്യാസ് സിലിണ്ടറോ മറ്റേ ഡീസൽ ഇതൊക്കെ ഉണ്ടോ എന്നുള്ള ഒരു ഡീസലൊക്കെ അവിടെ നിറച്ചു വെച്ച ഇതുണ്ടോ എന്നുള്ള ഒരു പ്രയാസം അവരെ അലട്ടുന്നുണ്ട്. അതുകൊണ്ട് സുരക്ഷിതമായ ഒരു സ്ഥലത്തെത്തിക്കൊണ്ട് ഫ്ലോട്ടിംഗ് മോട്ടോർ ഈ കായലിനിട്ടതിന് ശേഷം അവിടെ നിന്നും പമ്പ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. അപ്പോൾ ആ ശ്രമങ്ങൾ കൂടെ മറുകര എന്ന് പറയുമ്പോൾ ഏതാണ്ട് എത്ര ദൂരത്തേക്ക് ഈ ബോട്ടുകൾ ഒഴുകിപ്പോയിട്ടുണ്ട്? മറുകര എന്ന് പറയുമ്പോൾ അതായത് ഇതിന്റെ ഒരു വശം എന്ന് പറയുമ്പോൾ സാമ്പ്രാണിക്കോടി ഐലൻഡാണ്, ആ ഭാഗം ഉണ്ട്. ഒപ്പം തന്നെ അങ്ങനെയാണ് കാര്യം. ഇതിപ്പോൾ ഈ ഒഴുകി പോകുന്നതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ സമയം എന്ന് പറയുന്നത് വേലിയിറക്കത്തിന്റെ സമയമാണ്. ആ ഒരു വേലിയിറക്കത്തിന്റെ സമയമായതുകൊണ്ട് തന്നെ ആ എങ്ങോട്ടേക്കാണോ ഒരു ഇറക്കമുള്ളത് ആ ഭാഗത്തേക്ക് ഒഴുകി പോവുക എന്നുള്ളത് സ്വാഭാവികമാണ്. അത് തന്നെയാണ് ഇപ്പോഴും ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. ഇറക്കമുള്ള ഭാഗത്തേക്ക് അത് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ അത് എത്തി നിൽക്കുന്ന സ്ഥലം അത് കൃത്യമായി അത് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ ഒരു ശ്രമം നടത്തുന്നുണ്ട്. അത് ജനവാസ മേഖല ആയിരിക്കില്ല എന്ന് തോന്നുന്നു. അതാണ് അവിടെ എത്തിച്ചേരുന്നതിൽ ഒരു പ്രയാസമുള്ളത്. ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ കുരിപ്പുഴ പള്ളിയുടെ സമീപത്തെ ഈ തീരത്ത് നിന്നും എങ്ങനെ പോയാലും നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ തന്നെ തോന്നുന്നത് എന്തായാലും 1 കിലോമീറ്റർ അകലെയെങ്കിലും ആയിരിക്കാം ഈ ഒരു കായലിന്റെ ഒരു ഭാഗത്ത് നിന്ന് അത് ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രഥമ പരിഗണന നൽകുന്നത് ജനവാസ മേഖലയോട് അടുത്ത ഈ ഒരു സ്ഥലത്ത് കത്തിക്കൊണ്ടിരിക്കുന്ന ഈ ബോട്ടുകൾ ഒക്കെ അതിലെ തീ വേഗത്തിൽ കെടുത്തുക, മറ്റ് അപകടങ്ങൾ വീടുകളിലേക്കും മറ്റും അത് പടരാതെ അതിനെ ഒന്ന് നിയന്ത്രിക്കുക എന്നുള്ള ഒരു കാര്യത്തിന് തന്നെയാണ് ഫയർഫോഴ്സ് സംഘം പ്രഥമ പരിഗണന നൽകിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മളോട് സംസാരിച്ച റോബർട്ട് എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു സംയോജിതമായ ഇടപെടൽ, അതായത് ഇതിന് തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു സ്ത്രീയുണ്ട്, അവരാണ് ഇത്തരത്തിൽ തീപിടുത്തം ആദ്യം ശ്രദ്ധിക്കുകയും തുടർന്ന് തൊട്ടടുത്ത് താമസിക്കുന്ന റോബർട്ടിനെ അറിയിച്ചു. റോബർട്ട് ഒരു സ്രാങ്ക് കൂടെ ആയതുകൊണ്ട് തന്നെ ഫയർഫോഴ്സ് സംഘത്തേക്ക് അറിയിച്ചതിന് ശേഷം ലോക്ക് പൊട്ടിച്ച് മറ്റ് 8 ബോട്ടുകൾ ഇവിടെ നിന്ന് മാറ്റിയത് കൊണ്ടാണ് ഇതിനേക്കാളും വലുതാകുന്ന ഒരുപക്ഷെ വീടുകളിലേക്കൊക്കെ പടരാമായിരുന്ന ഒരു വലിയ തീപിടുത്തത്തിന്റെ ഒരു ആഘാതം കുറച്ചെങ്കിലും കുറയ്ക്കാനായിട്ട് കഴിഞ്ഞത്.